ഹായ്, ഈ വീഡിയോ വിൻഡോസിൽ എങ്ങനെ നമുക്ക് റീസ്റ്റോറേഷൻ പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ആ റീസ്റ്റോറേഷൻ പോയിന്റിൽ നിന്ന് നമുക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. റൈറ്റ് ക്ലിക്ക് ഓൺ ദിസ് PC, അതിൽ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വാൻസ് സെറ്റിങ്സിലൊന്ന് സിസ്റ്റം പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിൽ പോയി ഡ്രൈവിൽ പോയിട്ട് സിസ്റ്റം പ്രൊട്ടക്ഷൻ ഓൺ ആണോ നോക്കുക. ഓഫ് ആണെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഓൺ ആയിരിക്കുന്നത് ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓൺ ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഓൺ ചെയ്യാണ് ടേൺ ഓൺ സിസ്റ്റം പ്രൊട്ടക്ഷൻ ഓണായി. അതിനുശേഷം ക്ലിക്ക് ഓൺ ക്രിയേറ്റ്. ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരു പേര് കൊടുക്കാം. എല്ലാം വിത്ത് വേണമെങ്കിൽ സിസ്റ്റം നമ്മൾ എന്നാണ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡേറ്റും കൂടി മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ചില സമയങ്ങളിൽ സിസ്റ്റമായ ഇൻസ്റ്റാളേഷൻ ഫയലിൽ എന്തെങ്കിലും മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീസ്റ്റോറേഷൻ പോയിന്റിൽ നിന്ന് നമുക്ക് സിസ്റ്റത്തെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ സിസ്റ്റം എങ്ങനെയാണെന്ന് നമ്മൾ പുതിയ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ആ ദിവസത്തെ എങ്ങനെ വർക്ക് ചെയ്തിരുന്നോ ആ രീതിയിൽ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ സിസ്റ്റം റീസ്റ്റോറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചോദിക്കുകയാണ് അത് കൺഫേം ചെയ്യട്ടെ, റീസ്റ്റോർ ചെയ്തെടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ, ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പോയിന്റിൽ നിന്ന് റീസ്റ്റോർ ചെയ്യും. അതിനുശേഷം സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ടാകും. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.